മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. കുറച്ച് നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടത്തി. ആരോഗ്യ സംരക്ഷണത്തിന് ഇന്ന് സമൂഹം വേണ്ടത്ര ശ്രദ്ധ നൽകാറില്ലെന്നും യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും ഹൈബീഡൻ എം പി പറഞ്ഞു. നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായി എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് യോഗ. ലോകം മുഴുവനും ഇന്ത്യ അംഗീകരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്നെന്നും ഹൈബീഡൻ എം പി പറഞ്ഞു. ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇന്ന് ലോകരാജ്യങ്ങളെമ്പാടും ഇൻ്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി, ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇതേ വേദിയിൽ വൈകിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഏത് മതഗ്രന്ഥമാണെങ്കിലും ആ എല്ലാ വിഭാഗങ്ങളുടെയും മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പൊതുവായ ലക്ഷ്യങ്ങൾ ഒന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് നൽകുന്ന കോൺട്രിബ്യൂഷൻസ്, പരിസ്ഥിതിയോട് കാണിക്കുന്ന കരുതൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തോടും നീതി പുലർത്തേണ്ട ഒരാവശ്യകത. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് മാറിവരുന്ന ഭക്ഷണ രീതികളും ജീവിതശൈലികളും ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ്. അത് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും അത് മെൻ്റൽ ഇമോഷണൽ സ്ട്രെസ് ആണെങ്കിലുമെല്ലാം. ആയുഷ് ദിനാചരണത്തിന്റെ ഭാഗമായി ആയുഷ് യോഗ ക്ലബ്ബുകൾ വഴിയും സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയും പ്രത്യേക യോഗ സെക്ഷനുകൾ വിവിധയിടങ്ങളിൽ നടന്നു. ചടങ്ങിൽ TJ വിനോദ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രിയും അതുപോലെ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റും ആയുഷിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് അവരുടെ കേന്ദ്രങ്ങളിൽ യോഗയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള ഒരു യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടത്താൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ജോർജ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MJ ജോമി, കൊച്ചി നഗരസഭാ കൗൺസിലർ ശാന്ത വിജയൻ, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KVP ജയകൃഷ്ണൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ PR സലീം, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീവിദ്യാസ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ ട്രഷറർ ഡോക്ടർ രൺചന്ദ്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷെനി കെ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ജിൻഷിത് സദാശിവൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി N. നായർ യോഗ ഫോർ വൺ ഹെൽത്ത് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കണ്ടക്കട ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ആതിര വിജയൻ RV യോഗ പരിശീലന ക്ലാസ് നയിച്ചു. ജില്ലയിലെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 യോഗ ഡാൻസ് ഗ്രൂപ്പുകളുടെ യോഗ നടന മത്സരവും സമ്മാനദാനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.